കളിയും കാര്യവുമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ കായിക വകുപ്പിന്റെ പവലിയൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് കാലിക്കടവിലെ ഈ പവലിയനിൽ ഒരുക്കിയിട്ടുള്ളത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സന്ദർശകർക്കായി നിരവധിയായ കായിക വിനോദങ്ങളാണ് കായിക വകുപ്പ് സ്വന്തം പവലിയനിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ഇഷ്ടകേന്ദ്രമായി നേരത്തെ തന്നെ പവലിയൻ മാറിക്കഴിഞ്ഞു. ആർച്ചറി, ഡാർട്സ്, ടേബിൾ ടെന്നീസ്, ഹോക്കി, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, പോളാലൂപ്പ്, സ്കിപ്പിംഗ്, ബാലൻസിംഗ് ആൻഡ് മൈൻഡ് ഗെയിംസ് തുടങ്ങി കുട്ടികളുടെ ആരോഗ്യ നിർണയത്തിലുള്ള സംവിധാനങ്ങൾ വരെ പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കളിക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധ കായിക ഇനങ്ങളുടെ മിനി സ്റ്റേഡിയമാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ 27 വരെ കാലിക്കടവ് മൈതാനത്ത് സംഘടിപ്പിച്ചു വരുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഈ പവലിയൻ ജനങ്ങൾക്ക് സൗജന്യമായി സന്ദർശിക്കാം. കൂടുതൽ കുട്ടികളെയും മുതിർന്നവരെയും കളിസ്ഥലങ്ങളിലേക്ക് തിരികെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കായിക വകുപ്പ് നടത്തിവരുന്ന പദ്ധതികളും പവലിയനിൽ കാണാം. കായിക രംഗത്ത് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന വിവിധ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാന കായിക വകുപ്പിന്റെ മികച്ച നേട്ടങ്ങളുടെ മിനി രൂപങ്ങൾ ഒരുക്കിവെച്ചും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് പവലിയൻ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. കായിക മേഖലയുടെ സമഗ്രമായ മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് 3500 കോടി രൂപയുടെ പലവിധങ്ങളായ പദ്ധതിക്കാണ് കേരള സർക്കാരിന് കീഴിൽ വരുന്ന കായിക വകുപ്പ് സംസ്ഥാനത്ത് ഇതുവരെയായി നടപ്പിലാക്കിയിട്ടുള്ളത്. 1000 കോടിയുടെ കിഫ്ബി ഫണ്ടും 2500 കോടിയുടെ പ്ലാൻ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് സർക്കാരിന്റെ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.